നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായ രീതിയിൽ നമ്മെ ഓർമ്മപ്പെടുത്തി, അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു. ഈ ദുനിയാവിലെ നിധികൾ ഏതൊക്കെയാണ്? നമ്മൾ നിധികളായി കണ്ടിരിക്കുന്നതാണോ പ്രവാചകർ പഠിപ്പിച്ച നിധികൾ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് സ്വർണം ഒരു നിധിയായിട്ടാണ്. അതുകൊണ്ടാണ് അതൊരു നിക്ഷേപമായി നമ്മൾ അതിനെ കണക്കാക്കുന്നത്. സമ്പത്ത്, പൈസ ഒരു വലിയ നിധിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നുമല്ല, ഏതെങ്കിലും ഒരു സ്ഥലം കുഴിച്ചെടുക്കുമ്പോൾ അവിടെ നിന്നൊരു നിധി കൈമുതലായി കിട്ടുന്നു, അതാണ് നിധി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച നിധികൾ ഇതൊന്നുമല്ല. ആദരവായ പ്രവാചകൻ പറഞ്ഞു, 4 നിധികൾ ഈ ദുനിയാവിലുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. قال رسول الله صلى الله عليه وسلم: 4 من كنز الدنيا، 4 من كنز الدنيا. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ 4 നിധികളുണ്ട് സഹാബ. 4 നിധികൾ ഈ ദുനിയാവിലുണ്ട്, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നബി തങ്ങൾ പഠിപ്പിച്ച ദുനിയാവിലെ നിധികൾ, ഭൗതിക ലോകത്തെ, ഇഹലോകത്തെ നിധികൾ ഏതൊക്കെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലാദ്യമായി പറഞ്ഞത് ലിസാനുൻ ദാകിർ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹുവിനെ ഓർക്കുന്ന, അവനെ സ്മരിക്കുന്ന, അവനെ ദിക്ർ ചൊല്ലുന്ന ഒരു വ്യക്തി ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടോ, അവൻ ഈ ദുനിയാവിൽ ഒന്നാമത്തെ നിധി ഒരുമിച്ച് കൂട്ടിയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൽ ദിക്ർ ചൊല്ലുന്നവരാണോ നമ്മൾ? ദാകിരീങ്ങളാണോ? ചിന്തിക്കുക. നമ്മൾ എത്ര സമയം അല്ലാഹുവിനെ സ്മരിക്കുന്നുണ്ട്? ഏറ്റവും വലിയ സംഭവമാണല്ലോ നമസ്കാരം. ആ നമസ്കാരത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നവരാണോ? ചിന്തിക്കുക. എത്ര കാര്യങ്ങൾ നമ്മൾ നിസ്കാരത്തിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? നമസ്കാരത്തിന്റെ ആദ്യ വഖത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമസ്കരിക്കുന്നുണ്ട് പല ആളുകളും, പക്ഷേ നമസ്കാരത്തിന്റെ ആദ്യ വഖത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സുഇല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ചോദ്യം ചോദിക്കപ്പെടുകയാണ്. അയ്യുൽ അഅമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ്? ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ്? വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അതിന് മറുപടി നൽകിയത് അസ്സലാത്തു ലിവഖതിഹാ, നമസ്കാരം എന്നല്ല നബി തങ്ങൾ മറുപടി കൊടുത്തത്. നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്, ആദ്യ വഖത്തിൽ നമസ്കാരം നിർവഹിക്കലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഏറ്റവും ശ്രേഷ്ഠമായ അമലതാണ് അല്ലാഹുവിനെ ഓർക്കുന്ന, സ്മരിക്കുന്ന നമ്മൾ ജീവിതത്തിൽ എല്ലാ ദിവസവും 5 വഖത്ത് നമസ്കാരങ്ങൾ റബ്ബിനെ സ്മരിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യ വഖത്തിൽ നമസ്കാരം ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കും. സഹോദരിമാര് ചിന്തിക്കും, സഹോദരങ്ങൾ ചിന്തിക്കും. ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ തിരക്കുകളുണ്ട്, ഓരോ ജോലി തിരക്കുകളുണ്ട്. പക്ഷെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് കൃത്യമായി ഇജാബത്ത് കൊടുത്ത് ആദ്യ വഖത്തിൽ നമസ്കരിക്കാൻ നമുക്ക് സമയം കണ്ടെത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു.
قال رسول الله صلى الله عليه وسلم حبيباയ رسول الله صلى الله عليه وسلم തങ്ങൾ ഉറപ്പെടുത്തുകയാണ് إذا صلى العبد في أول وقتها صعدت صلاته إلى السماء حتى انتهى إلى العرش فيدعو الله له حفظك الله كما حفظتني. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ് ഒരു അടിമ കൃത്യമായി ആദ്യ വഖത്തിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ, നമസ്കാരം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ, ഇശാ നമസ്കരിച്ചിട്ട് മൗൽ മഖാമിന്റെ പരിസരത്ത് വഅദ് കേൾക്കാൻ വന്നു ചേർന്ന സഹോദര സഹോദരിമാരെ അറിയണേ, നീ നമസ്കാരം ആദ്യ വഖത്തിലാണ് നിർവഹിച്ചതെങ്കിൽ ബാങ്ക് വിളിച്ച ഉടനെ തന്നെയാണ് ഇമാമും ജമാഅത്തായി പുരുഷന്മാർ പള്ളിയിൽ നമസ്കരിച്ചത്, സ്ത്രീകൾ ആദ്യ വഖത്തിൽ തന്നെ നമസ്കാരം നിർവഹിച്ചതെങ്കിൽ നീ നിസ്കരിച്ച സലാം വീട്ടിയാലുടനെ നിന്റെ നമസ്കാരം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അർശിന്റെ സവിധത്തിലേക്ക് ഉയർത്തപ്പെടുമത്രേ. മനുഷ്യ മാനവ പഠിച്ചു വെക്കണേ, നിനക്ക് വേണ്ടി നമസ്കാരം അല്ലാഹുവിന്റെ ദർബാറിലെത്തിയിട്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമേ, നിനക്ക് വേണ്ടി അനുകൂലമായി പ്രാർത്ഥിക്കുമേ. ഹഫിളക അല്ലാഹു കമാ ഹഫിളതനി, നമസ്കാരമാകുന്ന എന്നെ നീ കാത്ത് സംരക്ഷിച്ചതുപോലെ എല്ലാവിധ അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കട്ടെ എന്ന് നമസ്കാരം അർശിന്റെ സമീപത്തിലെത്തി നിനക്ക് വേണ്ടി ദുആ ചെയ്യുമത്രേ. ഫയഖൂലുൽ മലായികതു ഹൗലൽ അർശ്, അർശിനെ വലയം ചെയ്യുന്ന മലായികത്തുകൾ ഉടനെ പറയുമത്രേ ആമീൻ, ഇസ്തജിബ് യാ അല്ലാഹ്, നീ ഉത്തരം ചെയ്യണേ അല്ലാഹ്, നീ ഉത്തരം ചെയ്യണേ നാഥാ. പാവപ്പെട്ട സഹോദരനാണ്, പാവപ്പെട്ട തൊഴിലാളിയാണ്, പാവപ്പെട്ട പ്രവാസിയാണ്, പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്, പാവപ്പെട്ട ഉമ്മയാണ്, സഹോദരിയാണ്, പാവപ്പെട്ട സഹോദരിയാണ്. അവരിതാ കൃത്യമായി ആദ്യ വഖത്തിൽ നമസ്കരിച്ചു റബ്ബേ, അവരുടെ നമസ്കാരത്തെ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവിധ അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട് അവർക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. ഈ ദുആ നിനക്ക് ലഭിക്കണമെങ്കിൽ നീ ആദ്യ വഖത്ത് ശ്രദ്ധിച്ചവനാകണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യ വഖത്ത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഫലമുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബിനെ ഓർക്കുക, റബ്ബിനെ ഓർക്കുക, സെക്കൻഡ് ബൈ സെക്കൻഡ് വേഗം തന്നെ റബ്ബിനെ ഓർക്കുന്നവർ. നിസ്കാരത്തിൽ നല്ല ശ്രദ്ധ വേണം. وَإِذَا صَلَّى الْعَبْدُ فِي غَيْرِ وَقْتِهَا صَعِدَتْ صَلَاتُهُ وَعَلَيْهَا ظُلْمًا تُرَدُّ الْمَلَائِكَةُ صَلَاتَهُ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമസ്കാരം സമയത്ത് നിർവഹിക്കാത്ത ചെറുപ്പക്കാരാ, ഫുട്ബോൾ കളിച്ചുകൊണ്ട്, ക്രിക്കറ്റ് കളിച്ചുകൊണ്ട്, കളിതമാശകളിൽ ഏർപ്പെട്ടുകൊണ്ട് സമയങ്ങളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരെ, യുവതികളെ, യുവാക്കളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഉറപ്പെടുത്തുകയാണ്, വൈദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ, ഒരു അടിമ നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ നമസ്കരിക്കേണ്ടത് സമയത്താണ്, ആദ്യ വഖത്തിലാണ്, ആദ്യ സമയത്താണ്. അത് ശ്രദ്ധിക്കാതെ തോന്നുമ്പോൾ നമസ്കരിക്കുന്നവരെ, നിനക്ക് സമയമുണ്ടാകുന്ന സമയത്ത് അല്ലാഹുവിനെ സ്മരിക്കുന്നവരെ, നിന്റെ നമസ്കാരം ആകാശത്തേക്ക് ഉയർത്തും, പക്ഷേ
ആ നമസ്കാരം ഇരുൾ മുറ്റപ്പെടുകയാണ്. നേരത്തെ സമയത്ത് നിസ്കരിച്ചതുപോലെയുള്ള നമസ്കാരത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും പ്രശോഭിതവും ആ നമസ്കാരത്തിനില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം ആകാശത്തേക്ക് നമസ്കാരം എത്തുമ്പോൾ തന്നെ ആ നമസ്കാരം ഖബൂലിയത്തില്ലാതെ മലക്കുകൾ ഇതാ തിരിച്ചു വിടുകയാണ്, മലക്കുകൾ ഇതാ തിരിച്ചയക്കുകയാണ്. അല്ലാഹ് ആ നമസ്കാരം നമസ്കരിച്ചവന്റെ ഇടത് ഭാഗത്ത് വന്നിട്ട് അവനെതിരായി കൊണ്ട് ദുആ ചെയ്യുമേ. എന്താണ് പറയുന്നത് ശ്രദ്ധിക്കണേ സഹോദര. നിസ്കരിക്കുന്നവനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ സമയത്ത് നിസ്കരിക്കുന്നില്ല, തോന്നുമ്പോൾ നമസ്കരിക്കുകയാണ്. കല്യാണ സദസ്സുകളിൽ പങ്കെടുത്ത് ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ ഭുജിച്ച് സിനിമാ പാട്ടുകളിലും ഡാൻസുകളിലും കൂത്തരങ്ങുകളിലും പങ്കെടുത്ത് അവൻ ഇഷ്ടമുള്ള സമയത്ത് നിസ്കരിക്കാമെന്ന് വെച്ചാൽ ആ നമസ്കാരം ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോ മലായിക്കത്തുകൾ കൂട്ടം കൂട്ടമായി വന്ന് ആ നമസ്കാരത്തെ നിസ്കരിച്ചവനിലേക്ക് തിരിച്ചയക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തീർന്നില്ല ആ നമസ്കാരം അവനെതിരായി ദുആ ചെയ്യുമേ. നമസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ സമയത്ത് നിസ്കരിക്കാത്തത് കൊണ്ട് അവന്റെ അടുക്കൽ വന്നുകൊണ്ട് അവനെതിരായി കൊണ്ട് നമസ്കാരം ദുആ ചെയ്യുകയാണ്. നമസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കിക്കളഞ്ഞതുപോലെ, എന്നെ നീ ശ്രദ്ധ പതിപ്പിക്കാത്തതുപോലെ അല്ലാഹു നിന്നെയും പാഴാക്കട്ടെ. നിനക്കെതിരായി കൊണ്ട് നമസ്കാരം ദുആ ചെയ്യുമ്പോ ഫയഖൂലുൽ മലായിക ആമീൻ. ഈ ഭൗതിക ലോകത്ത് കറങ്ങി നടക്കുന്ന കോടാനു മലക്കുകൾ, ഈ ഭൂമിയിലുള്ള മലക്കുകൾ എതിരായി കൊണ്ട് ആമീൻ പറയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സമയത്ത് അത് ശ്രദ്ധിക്കണം, സമയത്ത് നിസ്കരിക്കാം. പിന്നെ യാത്രക്കാരന് അവൻ ഇളവ് കൊടുത്തിട്ടുണ്ട്, ജമ്മും കസറും ഒരു വേണമെങ്കിൽ പിന്തിച്ച് നിസ്കരിക്കാം. മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിക്കാം, ളുഹറിനെ അസറിലേക്ക് പിന്തിക്കാം. അവന്റെ വിഷയമല്ല, നമ്മുടെ സാധാരണക്കാരന്റെ വിഷയമാണ്. നിസ്കാരം പിന്തിക്കാൻ പാടില്ല. അത് ആദ്യ വഖത്തിൽ തന്നെ ശ്രദ്ധിക്കണം. നമുക്കൊക്കെ വെട്ടാനുള്ളത്, നമ്മളൊക്കെ നിസ്കരിക്കും, പക്ഷെ നമസ്കാരം ആദ്യ വഖത്തിലല്ല. അവിടെയാണ് പ്രശ്നം. നമസ്കാരത്തിലുള്ളതാകുന്ന അമലുകൾ പോലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ധൃതിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാ മിൻ മുസല്ലിൻ യുസല്ലി ഇല്ലാ വമലകുൻ അൻ യമീനിഹി വമലകുൻ അൻ ശിമാലിഹി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നമസ്കരിക്കുന്ന ഓരോ വ്യക്തിയുടെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഓരോ മലക്കുകൾ വീതം അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. നമ്മൾ അറിയുന്നുണ്ടോ? നിസ്കരിക്കുമ്പോൾ നമ്മുടെ വലത്തും നമ്മുടെ ഇടത്തും ഓരോ മലക്കുകളുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലത്തുണ്ട് ഇടത്തുണ്ട്. فإذا أتم ركوعها وسجودها والقراءة فيها صعدت صلاته إلى السماء. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന് ഇൽമുകൾ കേട്ട് പഠിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, നമസ്കരിക്കുന്നവരെ ശ്രദ്ധിക്കണേ. നമസ്കാരത്തിൽ അനക്കമടങ്ങൽ വേണേ. ഇഖാമത്ത് കൊടുത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സഹോദര, ഇമാമിനേക്കാൾ മുമ്പേ നീ പോകരുത്. എത്രയോ ആളുകൾ അശ്രദ്ധരായി പോവുകയാണ്. നിന്റെ നമസ്കാരത്തിൽ നീ
തുമഇനീനത്തുണ്ടാകണേ, അനക്കമടങ്ങലുണ്ടാകണേ. നമസ്കരിക്കുന്നവന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഓരോ മലക്കുകൾ വീതമുണ്ടത്രേ. ഫൈദാ അതമ്മ റുകൂഅഹാ വസുജൂദഹാ വൽ ഖിറാഅത ഫീഹാ. നമസ്കാരത്തിലുള്ള ഖിറാഅത്ത് ശ്രദ്ധിച്ചുകൊണ്ട് വൃത്തിയായി ഓതിയാൽ, റുകൂ പരിപൂർണമായി പൂർത്തീകരിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ, സുജൂദവൻ കൃത്യമായി ചെയ്ത് അനക്കമടങ്ങി സുബ്ഹാന റബ്ബിയൽ അലാ, ദിക്റാണ് മഹത്തരമായ ദിക്റാണ്, അതവൻ അനക്കമടങ്ങിക്കൊണ്ട് പരിപൂർണമായി ചെയ്താൽ അവന്റെ നമസ്കാരത്തെ മലക്കുകളാണ് ആകാശത്തേക്ക് കൊണ്ടുപോകുക എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിസ്കാരം കൊണ്ടുപോകാൻ 2 മലക്കുകളുണ്ടാവും ആകാശത്തേക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ നടക്കുകയാണ് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത്. ഇതൊന്നും നമ്മളറിയുന്നില്ല. വലത്തും ഇടത്തും ഓരോ മലക്കുണ്ട്. റഖീബത്തീതും അല്ല, അല്ലാത്ത 2 മലക്കുകൾ നിസ്കരിക്കുന്നവന്റെ മാമിൻ മുസല്ലിൻ യുസല്ലി ഇല്ലാ വമലകുൻ അൻ യമീനിഹി വമലകുൻ അൻ ശിമാലിഹി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, വലത്തും ഉണ്ടാവും ഇടത്തും ഉണ്ടാവും ഓരോ മലക്ക്. നിസ്കാരം കറക്റ്റായോ, റുകൂഉ കറക്റ്റായോ, സുജൂദ് കറക്റ്റായോ, അതിൽ ചെല്ലേണ്ട ദിക്റൊക്കെ കൃത്യമായി ചെല്ലുന്നുണ്ടോ എങ്കിൽ മാത്രം ഈ മലക്കുകൾ നിസ്കാരം ഇങ്ങനെ കൊണ്ടുപോകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ റുക്കൂലെടുത്ത് എന്താ ചെല്ലിയെന്ന് ഓനെ അറിയാൻ പറയാം. സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ ഈ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി ഒരെണ്ണം പറയുന്നത്. അങ്ങനെയാണ്. പിന്നെ സുജൂദിലോട്ട് പോകുമ്പോ ഒന്ന് അവിടെ നിന്ന് അനക്കടങ്ങുന്നില്ല. ഷാഫി മദ്ഹബിൽ നിർബന്ധമല്ലേ? ഷാഫി മദ്ഹബിൽ ഫർളായ ഘടകമല്ല തുമഇനീനത്ത്, അനക്കമടങ്ങൽ നിർബന്ധമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വഇല്ലം യുതിമ്മ റുകൂഅഹാ വസുജൂദഹാ വലൽ ഖിറാഅത ഫിഹാ. നമസ്കരിക്കുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. കോഴി കൊത്തുന്നത് പോലെ, കാക്ക കൊത്തുന്നത് പോലെ വന്ന് നമസ്കരിച്ചിട്ട് പോകുന്ന ചെറുപ്പക്കാരില്ലയോ? എന്തിനു വെറുതെ പറയും? നമ്മളിപ്പോ പോയി നോക്കിയാൽ മതി. ഓല് പള്ളിയിലല്ല, ലോകത്തിന്റെ ഏത് പള്ളിയിലും പോയി നോക്കിയാൽ നമുക്കുള്ളതുപോലെ ധൃതി വേറെ ആർക്കും ഇല്ല. മലയാളികൾ നമ്മളങ്ങ് ചാടി വേഗം നിസ്കരിച്ചിട്ട് ചാടി പെട്ടപ്പെട്ട അടിച്ചിട്ട് വേഗം പോയി. ഇമാമ് പള്ളിയിൽ ഇല്ലായിരുന്നുള്ള അവസ്ഥ എന്താ? പെട്ടെന്ന് കഴിയും, 2 മിനിറ്റ് കൊണ്ട് ഗോറ് കഴിയും. ഇമാം ഉള്ളത് കൊണ്ടാണ് ഈ 10 മിനിറ്റ് നിസ്കരിക്കാൻ എടുക്കുന്നത്. കാരണം മൂപ്പർ ഉള്ളത് കൊണ്ട് പതുക്കെ പോയെങ്കിലല്ലേ പറ്റൂ എന്നുള്ള നിലയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. എന്നാൽ തന്നെ ചില ആളുകൾ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നേരത്തെ എത്തിയിട്ടുണ്ടാവും. സമയം പോവാൻ എന്ന് പറയുന്ന അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശരിയല്ലേ? നിസ്കരിക്കുന്നതിന് നമ്മളെവിടെ ശ്രദ്ധ? ഇമാമിനേക്കാൾ ഒരു ഫർള് കൊണ്ട് മുൻകടക്കാൻ പാടില്ല. നമസ്കാരം ബാത്തിലാണ്. ഫത്ഹുൽ മുഈനിൽ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് ഇഖ്തിദാഇന്റെ ബാബിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർച്ച സയ്യാദിന്റെ വിഷയം പറഞ്ഞെടുത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു ഫർള് കൊണ്ട് പോലും ഇമാമിനേക്കാൾ മുന്താൻ പാടില്ല, പിന്താൻ പറ്റും. 3 ഫർള് വരെ പിന്തൽ പറ്റും, അനുവദനീയമാണ്. ഒരാൾ ഫാത്തിഹ ഓതിയിട്ടില്ല, നേരത്തെ വന്ന് തുടർന്നതാണ്, അവനാണ് പിന്തുടർന്ന വ്യക്തി മഅ്മൂം എന്ന് പറയുന്നത്. പിന്തി തുടർന്ന മസ്ബൂക്കല്ല. അവനിങ്ങനെ വന്ന് കൈ കെട്ടിയപ്പോൾ തന്നെ ഇമാം റുക്കൂയിലേക്ക് പോയി. അവൻ ഫാത്തിഹ ഓതണ്ടായി, അവന്റെ ഫാത്തിഹ ഇമാം വഹിക്കുമെന്നുള്ളതാണ്. അപ്പൊ അവൻ വേഗം ചെയ്താൽ മതി, റുക്കൂയിലേക്ക് പോയാൽ. അതല്ല, കൈ കെട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഫാത്തിഹ സൂറത്ത് ഓതിയില്ല, ഇമാം അവൻ അശ്രദ്ധനങ്ങ് നിന്നു, ഇമാം റുക്കൂ ചെയ്തു. അപ്പോഴാണ് ഇവനെ ഓർത്തത് ഫാത്തിഹ ഓതിയിട്ടില്ല. അപ്പം ഫാത്തിഹ ഓതാൻ വേഗം തുടങ്ങി. ഫാത്തിഹ ഓതണമല്ലോ, മഅ്മൂമിങ്ങൾ ഫാത്തിഹ ഓതണമല്ലോ ഷാഫി മദ്ഹബിൽ. പല ആളുകൾ തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കൂല, അങ്ങ് കൈയിട്ട് നിൽക്കുകയാണ്. ഇമാം ഓതിയ മതിയല്ലോ എന്ന് കരുതും. ഷാഫി മദ്ഹബിൽ പറ്റൂല. എല്ലാ വഖത്തിലും എല്ലാ റക്അത്തിലും നിർബന്ധമായിട്ടും ഫാത്തിഹ ഓതി. ഫാത്തിഹ സൂറത്ത് ഇവൻ ഓതാൻ തുടങ്ങി. ഇമാം റുക്കൂയിൽ കഴിഞ്ഞു, എഴുതാനിലേക്ക് വന്നു. നീ വിഷമിക്കണ്ട, നീ ഫാത്തിഹ വൃത്തിക്ക് ഓതിക്കോ. ഇമാം സുജൂദിലെത്തി. ആ സുജൂദിൽ നിന്ന് ഇടയിൽ ഇരുത്തത്തിലേക്ക് ഇരിക്കുന്നതിന് മുമ്പായിട്ട് നീ റുക്കൂയിലേക്ക് എത്തിയാൽ മതി.
എന്ന് പറഞ്ഞാൽ 3 ഫർദ് കൊണ്ട് നിനക്ക് പിന്തൽ അനുവദനീയം. അങ്ങനെ വേണമെന്നല്ല, നാളെ മുതൽ അങ്ങനെ തന്നെ ചെയ്തു പോകണമെന്നല്ല. നിന്റെ ജീവിതത്തിൽ അങ്ങനെ വന്നുപോയി, ഫാത്തിഹ സൂറത്ത് ഓതാൻ പറ്റിയിട്ടില്ല എങ്കിലും നീ ഓതിക്കൊണ്ടിരിക്കുന്നു, ഇമാമ സുജൂദ് ചെയ്തു, സുജൂദിൽ നിന്ന് ഇടയിലെ ഇരുത്തത്തിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതിയിട്ട് ഈ റുക്കൂയിലേക്ക് എത്തിയാൽ മതി എന്നാണ് ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അത്രത്തോളം നമ്മൾ എന്താണ് വേണ്ടത്? എന്തിനാ എത്ര ധൃതി? ഇമാം റുക്കൂയിലെത്തി വൃത്തിയായി അദ്ദേഹം അവിടെ ചെന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നീ ഇവിടെ നമ്മോട് പോയാൽ മതി. അതാണ് അതല്ലേ ഇമാം അല്ലാഹ് എന്ന് പറയുന്നതിന് അവനവിടെ എത്തി. ഇതിന്ന് വല്ലാതെ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഓർമ്മപ്പെടുന്നത്. നിസ്കരിക്കുന്നവർ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മതി. ഇമാമ് പറയുന്നതിന് മുമ്പേ, ഇമാം ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ഇമാം ഒന്ന് ഇരുന്ന് ഇസ്തിറാഹത്തിന്റെ ഇരുത്തൊക്കെ ഇരുന്നിട്ട് എഴുന്നേറ്റ് വരികയാണ്. ആചാര്യ നേരത്തെ ഇവിടെ എഴുന്നേറ്റ് ഫാത്തിഹ ഓതിയ അത്ര ധൃതിയാണ് നമുക്ക്. അതാ ഞാൻ പറഞ്ഞു, ഇമാം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നിസ്കാരമൊക്കെ പെട്ടെന്ന് കഴിച്ചേനെ. അത്ര ധൃതിയാണ്. ഇനിയത്ത് വേണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വഇല്ലം യുതിമ്മ റുകൂഅഹാ വസുജൂദഹാ വലൽ ഖിറാഅത ഫീഹാ യുലഫു സലാത്തുഹു കമാ യുലഫു ثوبുൽ ഖലിഫു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നമസ്കാരത്തിൽ ഖിറാഅത്ത് പരിപൂർണമാക്കിയിട്ടില്ല, ഫാത്തിഹ സൂറത്ത് ശരിക്ക് ഓതുന്നില്ല, സൂറത്തുകളെ ശ്രദ്ധിക്കുന്നില്ല, റുകൂഅ് ഗൗനിക്കുന്നില്ല, തലകുത്തി മറിഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിക്കണേ. എന്തായാലും നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് ഒതുവെടുക്കുന്നുണ്ട്, മുസല്ല വിരിച്ചുകൊണ്ട് മുഖമക്കനിയിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്നുണ്ട്. എന്നിട്ട് എന്തേ അശ്രദ്ധ വരുത്തുന്നത്? അല്പമൊന്ന് ക്ഷമിച്ചൂടെ, ദിക്റുകളൊന്ന് ഉരുവിട്ടൂടെ? എന്തേ റബ്ബിനോട് ദിക്ർ ചൊല്ലാൻ ഇത്ര മടി? ഈ ദുനിയാവിൽ നീ ഒരുമിച്ച് കൂട്ടി ഏറ്റവും വലിയ നിധികളിൽ ആദ്യമായി നബി തങ്ങൾ പഠിപ്പിച്ച നിധി ദിക്ർ ചൊല്ലുന്ന നാവാണ്. നീ എന്തേ അല്പമൊന്ന് അനക്കമടങ്ങിയിട്ട് നിനക്കൊന്ന് ദിക്ർ ചൊല്ലിക്കൂടെ? നിനക്ക് റബ്ബിലേക്കൊന്ന് തൗബ ചെയ്തൂടെ? അല്ലാഹുവിലേക്ക് നീ തസ്ബീഹുകളിലും തഹ്ലീലും അർപ്പിച്ചുകൂടെ? നമസ്കരിക്കുന്ന സഹോദര, നമസ്കരിക്കുന്ന സഹോദരി, നീ നിന്റെ ജീവിതത്തിൽ നമസ്കാരത്തിൽ സ്പീഡായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ, റുകൂഉം സുജൂദും ശ്രദ്ധിക്കാതെ അശ്രദ്ധ വെച്ചുകൊണ്ട് പൂർത്തിയാക്കാതെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിന്റെ നമസ്കാരത്തെ ചുരുട്ടുകയാണ്. യുലഫു സലാത്തുഹു, അവന്റെ നമസ്കാരത്തെ ചുരുട്ടുമത്രേ, മലായിക്കത്തുകളെ ചുരുട്ടിയെടുക്കുകയാണ്. ഏതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, കമാ യുലഫു ثوبുൽ ഖലിഫു. വഴകിയ വസ്ത്രം നമ്മൾ അലക്കാൻ വേണ്ടി വീടിന്റെ മൂലയിൽ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിന്റെ ചാരത്തിടുന്നവരില്ലയോ? അതുപോലെ പഴം തുണി ചുരുട്ടുന്നത് പോലെ, പഴകിയ തുണി ചുരുട്ടുന്നത് പോലെ നിന്റെ നമസ്കാരത്തെ മലക്കുകളെ ചുരുട്ടുകയാണ്. ആ നമസ്കാരത്തെ വലിച്ചെറിയുകയാണ്. ഫയളറബു ബിഹാ അലാ സാഹിബിഹി. നമസ്കരിക്കുന്നവന്റെ മുഖത്തേക്ക് മലായികത്തുകളെ തിരിച്ചറിയുമത്രേ. കാരണം നീ നമസ്കാരത്തെ അശ്രദ്ധമാക്കിയവനാണ്. നീ നമസ്കാരത്തിലുള്ള ദിക്റുകളെ ഗൗനിച്ചില്ല, ശ്രദ്ധിച്ചില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മളൊക്കെ നിസ്കരിക്കും, പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരുമ്പോ നമ്മളൊക്കെ പരാജയം. ഭയങ്കര ധൃതി കാണിക്കലാണ് എല്ലാവരും. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്, കൊച്ചുകുട്ടികൾ നമസ്കരിക്കുമ്പോ ഭയങ്കര സ്പീഡാണ്. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. എന്തായാലും നമ്മൾ അതിന് സമയം കണ്ടെത്തി പള്ളിയിൽ വന്ന് ഒതുവെടുത്ത് എത്തിക്കാഫിന് നിയ്യത്ത് വെച്ച് തലമറച്ച് വസ്ത്രം നഗ്നതയൊക്കെ മറച്ച് ശരീരം ശുദ്ധിയാക്കി വസ്ത്രം ശുദ്ധിയാക്കി ഒക്കെ തയ്യാറെടുത്ത് വന്നിരിക്കുക. ഇനി ആ നിസ്കാരം ഒന്ന് വൃത്തിക്ക് അങ്ങ് നിർവഹിച്ചാൽ മതി. എന്താന്ന് ശ്രദ്ധിച്ചാൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. വലിയ അപകടമാണ്. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സ്വഹാബിയായ വ്യക്തിയാണ് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്നഹു റആ റജുലാ
وهو لا يتم الركوع والسجود സുജൂദും റുകൂഉം പൂർത്തീകരിക്കാതെ തലകുത്തി മറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നതായ ഒരു വ്യക്തിയെ, സ്പീഡിൽ നമസ്കരിക്കുന്ന ഒരു സഹോദരനെ ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു കാണുകയാണ്. ചെറുപ്പക്കാരൻ ഒരു സഹോദരൻ അദ്ദേഹം വന്നിട്ട് തലകുത്തി പെട്ടെന്ന് നിസ്കരിച്ചിട്ട് മറിഞ്ഞിട്ട് പോവാൻ. അപ്പം സ്വഹാബിയായ വ്യക്തിയാണ് ഇദ്ദേഹം അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, മോനെ, ഈ രീതിയിൽ നീ എത്ര നാളായി നിസ്കരിക്കുന്നത്? ഈ കോലത്തിലാണോ നീ നിസ്കരിക്കുന്നത്? ഇങ്ങനെയാണോ നിസ്കരിക്കുന്നത്? എത്ര നാളായി മോനെ ഇങ്ങനെ നിസ്കരിക്കുന്നത്? 40 കൊല്ലമായി ഞാൻ ഇങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്ന് ആ സഹോദരൻ മറുപടി നൽകുകയാണ്. ഇതേപോലെയാണ് 40 കൊല്ലമായിട്ട് ഞാൻ നിസ്കരിക്കുന്നത്. 40 കൊല്ലം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പറയാൻ എന്താ കാരണം? നമ്മളൊക്കെ ആ കോലത്തിൽ പെട്ടവരാണ്. 30, 40, 50, 60 കൊല്ലോ വയസ്സൊക്കെ എത്തിയവരുണ്ട്. നമ്മൾ ഈ കോലത്തിൽ ഇതുവരെ നിസ്കരിച്ചു പോന്നേക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉടനെ ഹുദൈഫ റളിയല്ലാഹു തആല പറഞ്ഞതെന്തെന്നറിയുമോ? റസൂലുള്ളാഹിയോടൊപ്പം നമസ്കരിച്ച് റസൂലുള്ളാഹിയോടൊപ്പം നമസ്കാരം കണ്ട് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങളും നിസ്കരിക്കണേ എന്ന പ്രവാചക അധ്യാപനത്തിൽ നിന്ന് നമസ്കാരങ്ങൾ കണ്ടുപിടിച്ച ഹുദൈഫ റളിയല്ലാഹു തആല ഉടനെ അദ്ദേഹത്തോട് പറയുകയാണ്, ഇന്നക ലം തുസല്ലി ഹത്തൽ സഹോദര 40 കൊല്ലമായിട്ട് ഈ രീതിയിലാണ് നീ നിസ്കരിക്കുന്നതെങ്കിൽ ഇതുവരെ നീ നിസ്കരിച്ചിട്ടില്ല. നിന്റെ നമസ്കാരം ഖബൂലിയത്തില്ല. ഫഇൻ മിത്ത അലാ ഹാദാ ഈ രീതിയിലാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ മുത്തുനബിയുടെ ചര്യയല്ലാതെയാണ് നീ മരിക്കുന്നത് എന്ന് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ പേടിക്കേണ്ട വിഷയമാണ്, വളരെ പേടിക്കേണ്ട വിഷയമാണ്. ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, വളരെയേറെ ശ്രദ്ധിക്കണം. എന്തിനാ ഇത്ര മടി, ഇത്ര ധൃതി? എന്തിനാ? അവസാനത്തെ തഹിയ്യാത്തിലുള്ള ദുആ ശ്രദ്ധിക്കണം. നമ്മൾ ഇബ്രാഹിം സ്വലാത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇതൊക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമൽ ചെയ്യണം, അമലിൽ കൊണ്ടുവരണം, നമസ്കാരത്തിൽ അത് കൊണ്ടുവരണം. ബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഇദാ ഫറഗതും മിനത് തശഹുദിൽ അഖീരി ഫതഅവദൂ മിൻ അർബഅ, അവസാനത്തെ തഹിയ്യാത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ തഹിയ്യാത്തിൽ നിന്ന് വിരമിച്ചാൽ 4 കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ കാവൽ തേടണേ മുഹമ്മദ് റസൂലുള്ളാഹി. ഒന്നാമതായി നബി തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. എത്ര നല്ല പ്രാർത്ഥനകളാണ് ഇതൊക്കെ നമ്മുടെ നിസ്കാരത്തിലുണ്ട്. ആര് ശ്രദ്ധിക്കുന്നത്? ആരാണിത് ശ്രദ്ധിക്കുന്നത്? ഇതിന്റെയൊക്കെ അർത്ഥം പറഞ്ഞ് നമ്മൾ ഇതുവരെ ചൊല്ലിയിട്ടുണ്ടോ? നബിതങ്ങൾ പ്രത്യേകമായി അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതൊന്നും വലിയൊരു സംഭവമല്ലായിരുന്നെങ്കിൽ നബിതങ്ങൾ എന്തിനു വേണ്ടി സമയം ചെലവഴിക്കണം? സഹാബ, നിങ്ങളുടെ അത്തഹിയ്യാത്തിൽ നിന്ന്, അവസാനത്തെ അത്തഹിയ്യാത്തിൽ നിന്ന് വിരമിക്കുമ്പോ 4 കാര്യങ്ങൾ തൊട്ട് കാവൽ തേടണേ മുഹമ്മദ് റസൂലുള്ളാഹി. അതൊക്കെ ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് അത് ശ്രദ്ധ പതിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നിത്യ നിസ്കാരത്തിലുണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം. ഒന്നുകൂടി കോൺസെൻട്രേഷൻ ഉണ്ടാകാൻ, ഇനി മുതൽ നാളെ സുബഹി മുതൽ നമസ്കരിക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധ പതിപ്പിക്കാനാണ് ഇത് പറയുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, അല്ലാഹുവേ ഖബറിന്റെ ശിക്ഷയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഒന്നാമത്തെ കാവൽ തേട്ടം അതാണ്. രണ്ടാമത്തത് വമിൻ അദാബിൻ നാർ,
നരകീയ ശിക്ഷയെ തൊട്ടെന്നെ കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും മരണാസമയത്തുള്ള ഫിത്നകളെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്, നീ കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ടും എന്നെ നീ കാക്കണേ അല്ലാഹ്. ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവൽ. മാമിൻ നബിയ്യിൻ ഇല്ലാ വഖദ് ഉൻദിറ ഖൗമഹു അനിൽ അവലിൽ കദ്ദാബ് ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ പ്രവാചകന്മാരെ നാം അയക്കുമ്പോഴും അവർക്കൊക്കെ നാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദജ്ജാലിനെ കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഏത് പ്രവാചകനെ അയച്ചാലും ആ സമൂഹത്തെ ഒക്കെ ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കാണത് കടന്നു വരികയും അവസാനത്തെ പ്രവാചകരുടെ സമുദായത്തിലാണ് ദജ്ജാൽ വരികയെങ്കിലും മുൻകഴിഞ്ഞു പോയ എല്ലാ അമ്പിയാ മുർസലുകളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിന് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകണേ. അത്രമേൽ സംഭവമാണ്. കാവൽ തേരണം. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഖബറിനെ തൊട്ട് കാവൽ നമ്മൾ നിസ്കാരത്തിൽ ചോദിക്കുന്നുണ്ട്. നമസ്കാരത്തെ തൊട്ട് നമ്മൾ നരകത്തെ തൊട്ട് കാവൽ നിസ്കാരത്തിൽ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന കാലഘട്ടത്തിലും മരണാസമയത്തുള്ള ഫിത്നകളെ തൊട്ടും നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് കാവൽ തേടുന്നുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് ഇതിനെ തൊട്ടൊക്കെ കാവലുണ്ട്. ദുനിയാവിൽ എന്തൊക്കെ ഫിത്ന വരുമോ അതിനെ തൊട്ടൊക്കെ കാവൽ നിസ്കരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അത്തഹിയ്യാത്ത് ഓതി സലാത്ത് ചൊല്ലി അവസാന ദുആന്റെ അവസാനം ഇത് നമ്മൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല. അർത്ഥം പറഞ്ഞൊന്ന് ചോദിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ടും അല്ലാഹുവേ എന്നെ നീ കാക്കണേ അല്ലാഹ്. എന്തിന് ഇടയിലുള്ള ഇരുത്തത്തിലെ ദുആ പോലും ഈ മനുഷ്യൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇവന് ഇത്രമേൽ അധപ്പതിക്കില്ലായിരുന്നു. എത്ര ശ്രേഷ്ഠമായ ദുആആണത്. 7 വലിയ പ്രാർത്ഥനയാണ് ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ നടത്തുന്നത്. ശ്രദ്ധിക്കുന്നുണ്ട്? ആര് ശ്രദ്ധിക്കുന്നു? നിസ്കാരത്തിൽ തന്നെ ഇങ്ങനെ തലകുത്തി അടിക്കുന്നതിനിടെ എവിടെ ശ്രദ്ധിക്കുന്നു? അല്ലാഹു അക്ബർ പറയാൻ പോലെയുള്ള സമയം എടുക്കുന്നില്ല. അതിനു മുമ്പ് തലയിട്ടടിക്കുക. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എത്ര ടോപ്പ് ദുആആണത്. സുബ്ഹാനല്ലാഹ്, എത്ര ടോപ്പ് ദുആആണ്. എന്താ നീ മനസ്സിലാക്കാത്തത്? നിസ്കാരത്തിലാണ് ഒരു അടിമ എന്നോട് ഏറ്റവും കൂടുതൽ അടുക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിൽ തന്നെ സുജൂദിലാണ് എന്നോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അഖറബുമായ ഖൂലുൽ അബ്ദു ലിറബ്ബിഹി വഹുവ സാജിദുൻ ശഫീഉനാ റസൂലുള്ളാഹി. നമ്മൾ എവിടെ ശ്രദ്ധിക്കുന്നു? നിസ്കാരത്തിൽ നമ്മളുള്ള ദുആകളൊക്കെ ഒന്ന് ശരിക്കൊന്ന് ശ്രദ്ധിക്കണം. ഇടയിലുള്ള ഇരുത്തത്തിൽ ഇത്രയും നമ്മൾ ദുആ ചെയ്യുന്നുണ്ടോ? ചിന്തിക്ക്. റബ്ബിഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഞാൻ ഒരുപാട് തെറ്റുകൾ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയവനാണ്. കള്ള് കുടിച്ചവനാണ്, വ്യഭിചരിച്ചവനാണ്, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവനാണ്. ഒരുപാട് അശ്ലീലമാക്കപ്പെട്ട സിനിമകൾ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് റബ്ബേ. സീരിയൽ അടിമപ്പെട്ട കണ്ണാണ് മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയവനാണ് റബ്ബേ. റബ്ബിഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. വർഹംനി, എനിക്ക് നീ കരുണ ചൊരിയണേ അല്ലാഹ്. നിന്റെ കരുണ വല്ലാത്ത കരുണയാണ്. നിന്റെ കരുണയുടെ കവാടം എനിക്ക് നീ തുറന്നു തരണേ റബ്ബേ. ഒരൽപ്പം കരുണ, നിന്റെ കരുണ എന്നിലേക്ക് വർഷിപ്പിക്കണേ അല്ലാഹ്. വജ്ബുർനി, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാറുണ്ട്. എന്റെ കാര്യങ്ങൾ മുഴുവനും അറിയുന്ന അല്ലാഹ്, എന്റെ പ്രശ്നങ്ങളെങ്കിലും നീ പരിഹരിക്കണേ അല്ലാഹ്. വജ്ബുർനി, ഞാൻ ഒരുപാട് പ്രശ്നത്തിലകപ്പെട്ടവനാണ്.
ഞാൻ പ്രവാസിയാണ്, ഗൾഫിൽ പ്രശ്നമാണ്, ഞാൻ സൗദിയിലാണ്, സ്വദേശിവൽക്കരണത്തിൽ നാട്ടിൽ വന്ന മനുഷ്യനാണ്, ഞാൻ ദുബായിലാണ്, കച്ചവടം തകരാറിലാണ്, ഞാൻ ഖത്തറിലാണ്, ഉപരോധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ഞാൻ നാട്ടിൽ തന്നെ കച്ചവടം നടത്തുന്നു, ഇതാ ഫ്ലഡ് മുഖേന പ്രശ്നത്തിലാണ്, ജലപ്രളയങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ പ്രയാസത്തിലും ദുരിതത്തിലുമാണ്. അല്ലാഹ് കച്ചവടമില്ല റബ്ബേ, വജ്ബുർനി പരിഹരിക്കണേ അല്ലാഹ്, പരിഹരിക്കണേ അല്ലാഹ്. വർഫഅനി എന്റെ ദറജ എത്രത്തോളം എത്തിയെന്ന് നിനക്ക് മാത്രമാണ് അറിവുള്ളത് റബ്ബേ. എന്റെ അയൽവാസികൾക്ക് എന്നോടൊരു പക്ഷേ അസൂയയായിരിക്കാം, എന്നോട് പിണക്കമായിരിക്കാം, എന്നെ കണ്ണിൽ കണ്ടുകൂടായിരിക്കാം. പക്ഷേ റബ്ബേ, നീയാണ് എന്നെ ഉയർത്തുന്നത്. എനിക്ക് നീ വാഹനം നൽകി, എനിക്ക് സുന്ദരിയായ ഭാര്യയെ നൽകി, എനിക്ക് സുന്ദരന്മാരാകുന്ന മക്കളെ നൽകി, എനിക്ക് മനോഹരമായ ജോലി നൽകി, എനിക്ക് സുന്ദരമായ വീട് നൽകി, എനിക്ക് കെട്ടുറപ്പുള്ള കുടുംബം നൽകി, എനിക്ക് നല്ല സമൂഹം നൽകി. എന്നെ മൗവൽ മഖാമിന്റെ പരിസരത്ത് തന്നെ നല്ല ഒരു കുടുംബത്തിലുള്ളവനാക്കി. അല്ലാഹ് വർഫഅനി എന്നെ നീ ഉയർത്തണേ അല്ലാഹ്. നീ ഉയർത്താൻ ലക്ഷ്യം വെച്ചാൽ നീ തകർക്കാൻ ഈ ലോകത്താർക്കും സാധ്യമല്ല റബ്ബേ. ആര് കണ്ണു വെച്ചാലും, ആര് അസൂയ വെച്ചാലും, ആര് പകയും വിദ്വേഷവുമായി കൊണ്ടു നടന്നാലും, ആര് കൂടോത്രം ചെയ്തു കഴിഞ്ഞാലും അല്ലാഹുവേ, നീ ഉദ്ദേശിക്കാതെ ഫലം ചെയ്യുകയില്ല. അല്ലാഹ് വർഫഅനി എന്നെ നീ ഉയർത്തണേ അല്ലാഹ്, എന്നെ നീ ഉയർത്തണേ അല്ലാഹ്, എന്നെ നീ ഉയർത്തണേ അല്ലാഹ്. വർഫഅനി തീർന്നില്ല. ഇടയിലുള്ള ഇരുത്തത്തിൽ ദുആ ചെയ്യുന്നതിന് ഇത്രമേൽ അർത്ഥമുണ്ടെന്നോ ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണേ മുസ്ലിമേ.